Good afternoon, all. Good afternoon, ma'am. Good afternoon. The screen visible ആണോ? അല്ല. സ്ക്രീൻ വിസിബിൾ ആണോ ഇപ്പൊ അല്ലേ? ഞാൻ തന്നെയാണോ എന്താ രമ്യ മിസ്? കാരണം എന്റെ ക്ലാസ് കഴിഞ്ഞ ദിവസം മാറിക്കേറിയിട്ട് എടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ ക്ലാസ് മിസ്സായല്ലോ കഴിഞ്ഞ സൺഡേയിലെ മൺഡേയിലെ ക്ലാസ്. അപ്പൊ നമുക്കതൊന്ന് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഏതാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രേഡ് യൂണിയൻസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? അശോക്യോ? ശരിയാണോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതാണ്? റീസൺസ് ഫോർ എംപ്ലോയീസ് ടു ജോയിൻ ട്രേഡ് യൂണിയൻസ്. തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? അപ്പൊ നമുക്ക് ഇനി ട്രേഡ് യൂണിയനിൽ എന്തുകൊണ്ടാണ് എംപ്ലോയീസ് ഒക്കെ ജോയിൻ ചെയ്യുന്നതിനുള്ള കാര്യമാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ കണ്ടായിരുന്നു ഒറ്റയ്ക്ക് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവർ കുറവായത് കൊണ്ട് തന്നെ ആണ് യൂണിയന്റെ നേതൃത്വത്തിൽ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള വികസന സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ അവിടെ ബാർഗെയിൻ ചെയ്യാനായിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ എളുപ്പത്തിൽ നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ? അപ്പൊ ഇവിടെ ട്രേഡ് യൂണിയനിൽ അംഗത്വം കിട്ടുന്ന എടുക്കാനായിട്ട് പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മള് ഒറ്റപ്പെട്ട ഒരു സംഭവം മാത്രമല്ല, പല കാര്യങ്ങൾ കൂടി ഇതിനോട് അനുബന്ധിച്ചുള്ളതാണ്. അപ്പൊ നമുക്ക് എന്താന്നുള്ളത്, എംപ്ലോയീസ് ജോയിൻ ട്രേഡ് യൂണിയൻസ് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. ഫസ്റ്റ്, ഇൻക്രീസ് ദ ബാർഗെയിനിങ് പവർ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒറ്റയ്ക്ക് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ കൂട്ടമായിട്ട് നിന്ന് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ശക്തി അല്ലെ, അത് നേടിയെടുക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് എ വെൽ നോൺ ഫാക്ട് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ എംപ്ലോയി ഹാസ് എ വെരി ലിറ്റിൽ പവർ ഓഫ് നെഗോഷിയേഷൻ ഇൻ എ കമ്പാരിസൺ ടു ദീസ് എംപ്ലോയേഴ്സ്. ഓക്കെ, തൊഴിലുടമയുടെ അടുത്ത് നോക്കുമ്പോൾ, അവരെ കമ്പയർ ചെയ്ത് നിൽക്കുമ്പോൾ പീപ്പിൾസ് അവിടെയുള്ള എംപ്ലോയീസ് ഒറ്റയ്ക്കൊക്കെ നിൽക്കുമ്പോൾ അത് വളരെ കുറഞ്ഞ ശക്തിയായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് ഇഫ് ആൻ എംപ്ലോയി is dissatisfied with the terms and conditions of the job, which means salary working hours, he may leave the job. Okay, in case ചില കാര്യങ്ങളൊക്കെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് മതിയായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനോ അല്ലെങ്കിൽ സാലറിയോ
അങ്ങനെയൊന്നും ലഭ്യമല്ല എങ്കിൽ തീർച്ചയായിട്ടും ജോലിയോടൊരു ഡിസാറ്റിസ്ഫാക്ഷൻ വരും. അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് ഭാഗ്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ എന്ത് ചെയ്യും, ജോലിയിൽ നിന്ന് രാജിവെച്ച് പോരും അല്ലെ. But practically it is not possible for an employee to switch jobs repeatedly due to dissatisfied with a company. കാരണം നമുക്കറിയാം അവർക്ക് ഒരു കമ്പനിയോടൊപ്പം സാറ്റിസ്ഫാക്ഷൻ ഇല്ല എങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. Such a situation may cause financial as well as emotional problems for an employee. തീർച്ചയായിട്ടും നമുക്കറിയാം ഫിനാൻഷ്യലി ചിലപ്പോൾ സാലറി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ലഭ്യമാകുന്നുണ്ടാവില്ല. ചിലപ്പോൾ അത് മാത്രമല്ല ഇമോഷണൽ അല്ലെ, വൈകാരികമായിട്ടും അവർക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ ഇൻ കേസ് ജോലിയുമായി ബന്ധപ്പെട്ട് എന്താണ് മോണിറ്ററി അല്ലാത്ത തരത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടാകാം അല്ലെ. ചിലപ്പോൾ സൂപ്പർവൈസേഴ്സ് ഒക്കെ ഇച്ചിരി കർക്കശമുള്ളവരായിരിക്കാം. ഇനി എന്ത് തന്നെയാണെങ്കിലും അവർക്ക് ആ ഒരു ജോലിയോട് എന്താണ് വൈകാരികമായിട്ടുള്ള പ്രോബ്ലംസും ആയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. So the better option for him is to join the trade union, which can take an appropriate action against the management of the concerned company. Okay, അപ്പൊ അവരെന്താണ് തീർച്ചയായിട്ടും അവരുടെ എംപ്ലോയീസ് എന്ത് ചെയ്യും, യൂണിയനിൽ അംഗത്വം സ്വീകരിക്കാന്ന് വിചാരിക്കും അല്ലെ. അപ്പൊ എന്താണ് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാതെ യൂണിയന്റെയും കൂടി സപ്പോർട്ടോട് കൂടിയിട്ട് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കും. Threatening or actually going on a strike is an effective method that may lead the management to agree the employees' conditions and put consent to it. Okay, നമുക്കറിയാം മിക്കവാറും എന്താണ് കമ്പനികളൊക്കെ ആദ്യം ചർച്ചയൊക്കെ സംഘടിപ്പിച്ചിട്ട് പിരിഞ്ഞു പോകും. പിന്നെയും യൂണിയന്റെ നേതൃത്വത്തിൽ ചർച്ചയൊക്കെ സംഘടിപ്പിച്ച് പല സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുമ്പോഴാണ് എംപ്ലോയീസിന്റേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കുന്നത് അല്ലെ. അതിനുള്ള അംഗീകാരങ്ങളൊക്കെ എംപ്ലോയർ തൊഴിലുടമ വിട്ടുകൊടുക്കുന്നുണ്ട്. കാരണം അവര് എന്താണ് അവിടെ ഒറ്റയ്ക്ക് നിന്നല്ല അവർ ഫൈറ്റ് ചെയ്യുന്നത്, ഒരു കൂട്ടം തൊഴിലാളികളും ഒപ്പം യൂണിയന്റെ കൂടി സപ്പോർട്ട് കൂടിയിട്ടാണ് പൊരുത്തുന്നത് എന്നുള്ള ഒരു മനോഭാവത്തിൽ തന്നെ അവർക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ തീർച്ചയായിട്ടും ബാർഗെയിനിങ് പവർ കൂടുതലാവുന്നത് യൂണിയനിലെ ആ മെമ്പർഷിപ്പ് ലഭിക്കുമ്പോഴെങ്കിൽ സ്വീകരിക്കുമ്പോഴാണ്. ഓക്കെയാണോ? Okay. നമുക്ക് നെക്സ്റ്റ് നോക്കാം. മിനിമൽ ഡിസ്ക്രിമിനേഷൻ. എന്താണ് മിനിമൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്? പ്രൊമോഷൻ ഡിസിഷന്, ട്രാൻസ്ഫർ ഡിസിഷന്, സാലറി ഡിറ്റർമിനേഷന് എക്സെട്ര ആർ സച്ച് ഡിസിഷൻസ് വിച്ച് ആർ entirely depend on the personal perspective, feelings, opinion or understanding of the manager. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ ഡിസിഷൻ ഒക്കെ എടുക്കുമ്പോൾ അല്ലെ തീരുമാനങ്ങളൊക്കെ ഇവർക്ക് എംപ്ലോയിക്ക് ചിലപ്പോൾ വേണമെങ്കിൽ അനുകൂലമായി എടുക്കേണ്ട ആവശ്യങ്ങളായിരിക്കാം. പക്ഷെ അവർ എംപ്ലോയർ ചിലപ്പോൾ അവർക്ക് മതിയായ ചിലപ്പോൾ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് പ്രൊമോഷൻ ഒന്നും അനുവദിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഒക്കെ അവർക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ട്രാൻസ്ഫർ ഒന്നും നടപ്പാക്കി കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സാലറിയിൽ ചിലപ്പോൾ എന്തെങ്കിലും വേർതിരിവ് കാണിക്കുന്നുണ്ടാവാം. അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഓരോ എംപ്ലോയീസും അവരുടെ കമ്പനികളിലൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. Such decisions which are entirely depend on the personal perspective, feelings, opinion or understanding of the manager. അവിടെ മാനേജറിന്റെ മുമ്പിൽ ധരിപ്പിക്കേണ്ടതുണ്ടാവും അല്ലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് കണ്ട് അടുത്ത തന്നെ ട്രാൻസ്ഫർ അനുവദിക്കണം, അടുത്ത ബ്രാഞ്ചിൽ ട്രാൻസ്ഫർ അനുവദിക്കണം, അല്ലെങ്കിൽ സാലറി നമ്മൾ എത്രയും ഡ്യൂട്ടി ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വ്യത്യസ്തമായിട്ട് നമുക്ക് അതിനുള്ള സാലറി കിട്ടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രൊമോഷൻ അല്ലെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് പ്രൊമോഷൻ കിട്ടുന്നില്ലെങ്കിലൊക്കെ അവരുടെ ഫീലിങ്സ്, അവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെ മാനേജേഴ്സിനെ അറിയിക്കേണ്ടതുണ്ട്. സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്സ് മേ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഇറ്റ്. ഓക്കെ, നമുക്കറിയാം ചിലപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ തൊട്ട് മേലുദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടാവാം, സബോർഡിനേറ്റ്സ് അല്ലെ കീഴുദ്യോഗസ്ഥര്. പക്ഷെ അവര് ആയിരിക്കും തീർച്ചയായിട്ടും നമുക്കറിയാം മാനേജ്മെന്റ് തലത്തിലേക്കൊക്കെ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നത്. ചിലപ്പോൾ അവർക്ക് നേരിട്ട് ഇൻഫോർമേഷൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസുകൾ വരാനായിട്ടുള്ള പ്രോബ്ലംസ് അവിടെ ഉണ്ട് അല്ലെ. ഏതൊരു സ്ഥാപനമാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫോൾസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും അത് അത്തരത്തില് നേരിട്ടൊന്നും അവർക്ക് ബന്ധപ്പെടാൻ പറ്റിയെന്ന് വരില്ല. Then the chance of a partially and a basis may also crop up. Then in such a situation, the role of a trade union become very important as they can pose the
management to frame the personal policies in order to ensure party then among the workers. Okay. അപ്പൊ വർക്കേഴ്സിന്റെ ഇടയിൽ അപ്പോഴാണ് പാർട്ടിയിലേക്ക് കൂടി ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് ട്രേഡ് യൂണിയനുകളൊക്കെ അവിടെ എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് അല്ലെ അവിടെ പേഴ്സണലി അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് അവരെ സപ്പോർട്ട് ചെയ്യും. ഓരോ ഇൻഡിവിജ്വൽസിനെ ഓരോ എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോഴെന്താണ് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് പരിഹരിക്കാനായിട്ട് സാധിക്കും. സോ ഓൾസോ ദ ഡിസിഷൻ റിലേറ്റഡ് ടു ലേബർ ടേക്കൺ ബൈ ദ ടോപ്പ് മാനേജ്മെന്റ് ആർ ക്ലോസ്ലി മോണിറ്റേർഡ് ബൈ ദ ലേബർ യൂണിയൻസ്. കാരണം നമുക്കറിയാം അവിടെ യൂണിയനുകളെ ഒന്നും വരുത്തിക്കാനായിട്ട് ടോപ്പ് ലെവലിലുള്ള മാനേജേഴ്സ് തയ്യാറാവുന്നില്ല. കാരണം അവരെന്തെങ്കിലും സ്ട്രൈക്കിങ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കഴിഞ്ഞാൽ നമുക്കറിയാം ഓർഗനൈസേഷനെ സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവരൊക്കെ ആയിട്ട് നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനോട് കൂടി തന്നെയായിരിക്കും മുന്നോട്ട് പോകുക. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ അവർ ഷെയർ ചെയ്യും. അവിടെയുള്ള എംപ്ലോയീസിന്റേതായിട്ടുള്ള ഈ പ്രോബ്ലംസിലൊക്കെ അവരെ ഇടപെടുകയും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ. ഓൾ ദിസ് ക്യാൻ റെഡ്യൂസ് ദ സ്കോപ്പ് ഓഫ് പാർഷ്യലി ആൻഡ് ബേസിസ് ഇൻ ദ ഓർഗനൈസേഷൻ. കാരണം നമുക്കറിയാം എപ്പോഴും ഈ യൂണിയൻ എന്ന് പറയുന്നത് അവരുമായിട്ട് ഒരു ഇണചേർന്ന് അല്ലെ മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യകതയുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം എന്താണ് പൊളിറ്റിക്കലായിട്ടുള്ള സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഒരു കശപിശയോ സ്ട്രൈക്ക് ഒന്നും വരുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെ. അപ്പൊ ആ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് ഈ പറഞ്ഞ ട്രാൻസ്ഫറും പ്രൊമോഷനും അല്ലെങ്കിൽ സാലറിയുടെ എന്തെങ്കിലും ഡിറ്റർമിനേഷൻ തീരുമാനമെടുക്കലിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് അവരെ കൊണ്ട് യൂണിയനെ കൊണ്ട് സാധിക്കുമോ എന്ന് കരുതിയിട്ട് തന്നെ അവരെന്ത് ചെയ്യും, അവിടെയുള്ള എംപ്ലോയീസ് പലതരത്തിലുള്ള യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കും. അവർക്ക് ഇഷ്ടമുള്ള യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് അവര് തയ്യാറാവും. ഓക്കെ, അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കുന്നവരുണ്ടാവാം അല്ലേ. പ്രത്യേകിച്ച് ചിലപ്പോൾ ഗുണമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ട്രാൻസ്ഫറിന്റെയും പ്രൊമോഷന്റെ ഒക്കെ സമയത്ത് ആവശ്യം വന്നാലോ എന്ന് ഓർത്തിട്ട് മെമ്പർഷിപ്പ് എടുക്കാം അല്ലേ. അങ്ങനെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? മെസ്സേജ് ഒന്നും കാണുന്നില്ല. നിങ്ങൾ ഉറങ്ങിപ്പോകും, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇവിടെ തന്നെയായിരുന്നോ? മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് ഒരു കാരണം മിനിമം ഡിസ്ക്രിമിനേഷൻ ആണ്. അതായത് അവർക്ക് പ്രൊമോഷന്റെ ഡിസിഷൻ, ട്രാൻസ്ഫറിന്റെ ഡിസിഷനിലും സാലറി ഡിറ്റർമിനേഷന്റെ ടൈമിലൊക്കെ എംപ്ലോയിക്ക് എന്താണ് യൂണിയനിലെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഹെൽപ്പ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഓർത്ത് അവർ മെമ്പർഷിപ്പ് എടുക്കില്ലേ? എന്റെ ചോദ്യം അതാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനെ ഓർത്തിട്ട് അവർ മെമ്പർഷിപ്പ് എടുക്കാൻ തയ്യാറാവില്ലേ? ഈ മെസ്സേജിലെ കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, റിപ്ലൈ വന്നു. അപ്പൊ മനസ്സിലാക്കാം. അതായത് പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഈ ഒരു ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കും. ഫസ്റ്റ്ലി നമ്മൾ കണ്ട് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള കരുത്ത് നേടാനായിട്ട്, അല്ലെങ്കിൽ സെക്കൻഡ്ലി നമ്മൾ കണ്ടു പലതരത്തിലും ആ ഒരു എംപ്ലോയീസിനെ പല ഡിസിഷനിലൊക്കെ ഒരു പങ്കാളിയാവാനായിട്ട് അല്ലെ അവർക്ക് കൂട്ടായിട്ട് നിൽക്കാനായിട്ട് ഈ ഒരു യൂണിയൻ നേതാക്കൾ തയ്യാറാകുന്നത് കൊണ്ട് തന്നെ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് അവർ ശ്രമിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി ആൻഡ് അതർ ബെനിഫിറ്റ്സ്. സെക്യൂരിറ്റി ആൻഡ് അതർ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അവർക്കും ഇതേമാതിരി തന്നെ ഒരു സെക്യൂരിറ്റി അല്ലെ, ഒരു പ്രൊട്ടക്ഷൻ ഇതിനാണെന്ന് നോക്കാം. ആഫ്റ്റർ ജോയിനിങ് എ ട്രേഡ് യൂണിയൻ എംപ്ലോയീസ് ഫീൽ സെക്യൂർഡ് ആൻഡ് ദിസ് ഈസ് ദ മെയിൻ ഫാക്ടർ ബിഹൈൻഡ് എംപ്ലോയീസ് ജോയിൻ ട്രേഡ് യൂണിയൻ. അതായത് നമുക്കറിയാം ഒരുപാട് അല്ലെ, ചിലപ്പോൾ വേണമെങ്കിൽ ഏതൊരു സ്ഥാപനമാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള വർക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചില അപകടകാര്യങ്ങളൊക്കെ തരണം ചെയ്യേണ്ടതുണ്ടാവാം. ആ മേഖലകളിലൊക്കെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും സംഭവങ്ങളൊക്കെ ധരിക്കേണ്ടതുണ്ടാവാം. അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീനൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ അവർ എടുക്കേണ്ടതുണ്ടാവും അല്ലെ. അപ്പൊ എംപ്ലോയീസിന് ഈ പറഞ്ഞ പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ സെക്യൂരിറ്റിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രോബ്ലം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഉള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് തൊഴിലുടമയാണ് അല്ലെ. ഇൻകേസ് അങ്ങനെയുള്ള ഒരു അവസരങ്ങൾ ഇവർ ബാർഗെയിൻ ചെയ്താലും അവർക്ക് വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും യൂണിയന്റെയും കൂടി സപ്പോർട്ട് കൂടിയിട്ടായിരിക്കും അവര് ബാർഗെയിൻ ചെയ്യാനായിട്ട് മുതിരുന്നത്. They feel protected from several workplace hazards as well as the issues related to salary and other benefits. Example, injury, workplace accidents, sickness, etc.
ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ് പ്രധാനമായിട്ട് നമുക്കറിയാം അപകടങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോ എന്താണ് റിലേറ്റഡ് ടു സാലറി ആൻഡ് അതർ ബെനിഫിറ്റ്സ്, മറ്റ് ബെനിഫിറ്റ്സിനേക്കാളപ്പുറം ഹസാർഡ്സുകളൊക്കെ ഉണ്ടാവാം. എക്സാമ്പിൾ പറയുന്നതാണ് എന്തെങ്കിലും അല്ലെ, ഇപ്പോ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാധ്യതയുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒക്കെ അല്ലെ, നമ്മുടെ മൂർച്ചയുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും മിഷനൊക്കെ ആണെങ്കിലും അങ്ങനത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ടാണെങ്കിലും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള പ്രോബ്ലംസ്, അതേപോലെ തന്നെ എന്താണ് പൊടിപടലങ്ങളൊക്കെ വെച്ചിട്ട് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുള്ള ജോലികളൊക്കെ ഉണ്ടാവും. അപ്പൊ ഏത് ജോലിയാണെങ്കിലും അത്തരം ജോലികൾക്ക് ഒരു പ്രിക്കോഷൻസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് ആ ജോലിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇൻ കേസ് അങ്ങനെയുള്ള പ്രിക്കോഷൻസ് ഒന്നും ലഭ്യമല്ല എങ്കിൽ ഇവരുടെ ഫോഴ്സ് കൊണ്ടെങ്കിലും അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കും. ട്രേഡ് യൂണിയൻ ഓൾസോ ഫോഴ്സ് ദ മാനേജ്മെന്റ് ടു ഇൻവെസ്റ്റ് in employee welfare services such as the retirement benefits, health insurance, etc. Okay, നമുക്കറിയാം അത് മാത്രമല്ല, അതിന്റെ അപ്ലിക്കേഷൻസ് എടുക്കുന്നത് മാത്രമല്ല, ഇൻഷുറൻസ് പോളിസികൾ ഈ പറഞ്ഞ ഡിസീസുകളും ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഫണ്ട് അല്ലെ, അതിനാവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് പാക്കേജുകളൊക്കെ ചില ഓർഗനൈസേഷനുകളിലൊക്കെ പ്രൊവൈഡ് ചെയ്യും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സാധ്യതകളെല്ലാം അറേഞ്ച് ചെയ്ത് കിട്ടും എന്നുള്ള ഒരു കാര്യത്തിന് അല്ലെ, നമുക്കറിയാം യൂണിയന്റെയും സാന്നിധ്യത്തിൽ അവര് ബാർഗെയിൻ ചെയ്യുമ്പോഴാണ് ചില ഇൻഷുറൻസ് പോളിസികളൊക്കെ ഇവർക്ക് അനുയോജ്യമായ രീതിയിൽ ക്യാച്ച് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അതേപോലെ തന്നെ റിട്ടയർമെന്റിന് ശേഷം ഉള്ള ബെനിഫിഷ്യലായിട്ടുള്ള പാക്കേജുകൾ, PF പോലെയുള്ള പാക്കേജുകളൊക്കെ നേടുന്നതിനും നമുക്കറിയാം തീർച്ചയായിട്ടും യൂണിയനിലെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലാണ് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു കരുത്ത് കിട്ടുകയുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങൾ ഓർത്തിട്ടും മെമ്പർഷിപ്പ് എടുക്കും. ഓക്കെ, സെക്യൂരിറ്റി ആൻഡ് അതർ ബെനിഫിറ്റ്സ്. വീണ്ടും ഇൻക്രീസ് ഇൻവോൾവ്മെന്റ്. ഇതിങ്ങനെ വിവരിച്ച് തന്നെ പറയണോ? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്നൊക്കെ സംശയം. ജസ്റ്റ് ആശയം മാത്രം പറഞ്ഞാൽ മതിയോ? ഓരോ സെന്റൻസ് വായിച്ച് പറഞ്ഞ് നോക്കണോ? കാരണം ഇനിയും ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്. പിന്നെ അവരുടെ പങ്ക് എന്താണ്, ട്രേഡ് യൂണിയന്റെ പങ്ക് എന്താണെന്ന് പറയുന്നത് ശരിയായതുകൊണ്ട് ഇങ്ങനെ പോകണം. ഓക്കെ, எனவே നമുക്ക് ഇങ്ങനെ തന്നെ പോകാം. എന്തെങ്കിലും മാറ്റിപ്പിടിക്കണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ടോ. ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ്, അതായത് പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. If the employees join trade union, they can actively take part in the management of those matters which are related to their well-being and interest. Okay, നമ്മളിപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, സാധാരണ രീതിയിൽ ഒരു ജോലി സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള എംപ്ലോയീസ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളോട് കൂടി ചോദിച്ചിട്ട് ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് താല്പര്യമായിരിക്കുമോ വർക്ക് ചെയ്യാനായിട്ട്? താല്പര്യം കൂടുവോ ഇല്ലയോ, കുറയോ? എന്തായിരിക്കും, നമുക്ക് താല്പര്യം കൂടൂലേ? കൂടാൻ സാധ്യതയില്ലേ? നമ്മളോടും കൂടെയും അഭിപ്രായങ്ങൾ ചോദിച്ചിങ്ങനെ ചെയ്താൽ മതിയോ? നമുക്കിങ്ങനെ തീരുമാനങ്ങൾ എടുക്കട്ടെ അല്ലെ? നമ്മുടെ ഡ്യൂട്ടിയും കൂടിയും നമ്മളുടെ ഡ്യൂട്ടിയും കൂടിയും അനുസരിച്ചിട്ട് അല്ലെ, നമുക്ക് എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ബോധ്യമാക്കിയിട്ട് അതും കൂടി ബേസ് ചെയ്തിട്ട് കുറച്ച് ഡിസിഷൻ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യം കൂടുവാനാണ് സാധ്യത. ആണോ? യെസ് അല്ലെ, കൂടുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സാധ്യത കൂടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു യൂണിയൻ നേതാക്കളുടെയും കൂടി പങ്കാളിത്തം ഉണ്ടെങ്കിലാണ് ഈ വർക്ക് ഇത്തരത്തിലുള്ള ഡിസിഷൻ ഒക്കെ എടുക്കാനായിട്ട് അവിടെയുള്ള എംപ്ലോയീസിനെ വിളിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്, അവര് സാധാരണയായിട്ട് എംപ്ലോയർ സ്വന്തമായിട്ട് കുറെ പോളിസി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യും. അത് നടപ്പാക്കുക എന്നുള്ള രീതി മാത്രമായിരിക്കും ഫോളോ ചെയ്യുന്നത് അല്ലെ. അതേസമയം ട്രേഡ് യൂണിയൻ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെയൊക്കെയുള്ള പോളിസി നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് എതിരെ കുടിയേറ്റ ഉയർത്തിക്കൊണ്ടുവരും അല്ലെ. അപ്പൊ അവർക്ക് ഒരു തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇവരുടെ ഇൻവോൾവ്മെന്റ് ഈ ഒരു യൂണിയൻ ഉള്ളത് കൊണ്ട് തന്നെ സാധ്യമാക്കുന്നു എന്നുള്ളതാണ്. ഇഫ് ദ എംപ്ലോയി join trade union, they can actively take part in the management of those matters which are related to their well-being and interest. ഓക്കെ, അവരെ നല്ല നടത്തിപ്പിന് നല്ല ആഗ്രഹങ്ങൾക്കൊക്കെ അല്ലെ, അവിടെയുള്ള എംപ്ലോയീസിന്റെ നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എന്താണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതിലും
മാനേജ്മെന്റിനോടൊപ്പം തന്നെ ട്രേഡ് യൂണിയനുകൾ ഇൻവോൾവ്മെന്റ് ആവുന്നുണ്ട്. ഇൻ ദിസ് വേ ദേ ക്യാൻ ഓൾസോ ഇമ്പാക്ട് വിത്ത് ദ ഡിസിഷൻ വിച്ച് ആർ ടേക്കൺ ബൈ ദ മാനേജ്മെന്റ് ത്രൂ കളക്റ്റീവ് ബാർഗൈനിങ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻ. ഓക്കെ, അപ്പൊ മാനേജ്മെന്റിന്റെയും ട്രേഡ് യൂണിയന്റെയും കൂടി ഇടയ്ക്ക് നിന്ന് അല്ലെ അവര് അപ്പോ ചില കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവിടെയുള്ള എംപ്ലോയീസിനെ പറ്റി ഇൻഫോം ചെയ്യും. അപ്പൊ അവരുടെയും കൂടി പരിഗണന, അവരുടെയും കൂടി അഭിപ്രായങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ മാനേജ്മെന്റിനും എന്താണ് അതേപോലെ തന്നെ എംപ്ലോയിക്കും ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ട്രേഡ് യൂണിയനുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഇതില് പങ്കാളിയാവുന്നുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും കൂടിയുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടും എന്നുള്ള ഒരു മൈൻഡില് ഈ ട്രേഡ് യൂണിയനിലൊക്കെ അംഗത്വം നീട്ടിയെടുക്കാനായിട്ട് അവിടെയുള്ള എംപ്ലോയീസ് തയ്യാറാകും. ഓക്കെ, ശരിയല്ലേ? ജസ്റ്റ് ഹെഡിങ്ങൾ പഠിച്ചു പോവാം. ജസ്റ്റ് അടുത്ത പോയിന്റിലേക്ക് പോകാം. peer pressure and added respect. Okay, many employees joined trade union due to the only reason that many of their colleges are members of it. Okay, ചിലപ്പോഴൊക്കെ നമ്മള് ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, നമ്മള് സ്വന്തമായിട്ട് ചിലപ്പോൾ നമുക്ക് വലിയ അഭിപ്രായമൊന്നും ഉണ്ടാക്കില്ല, പക്ഷെ നമ്മള് നല്ല സഹപ്രവർത്തകരൊക്കെ അതിലാണെന്ന് ഓർത്തിട്ട് നമ്മളും അതിലേക്ക് ചേരും അല്ലെ. ആ ഒരു രീതിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നവരുണ്ടാകും. Sometimes an employee join under peer pressure and if he does not do so, he find it difficult to do his routine work. Okay, നമുക്കറിയാം ചിലപ്പോഴൊക്കെ അവരുടെ സ്വന്തം വർക്കുകൾ ചെയ്യുന്നതിന് ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും. അവര് മറ്റുള്ളവരുടെയൊക്കെ ഹെൽപ്പ് വേണ്ടി വരും എന്നുള്ളൊരു മനോഭാവത്തിൽ തന്നെ മെമ്പർഷിപ്പ് എടുക്കുന്നവരുണ്ടാവാം. The workers or the employee who are already the member of the trade union are given great respect by their colleges. Okay, നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെ അവരെ നല്ല ബഹുമാനത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്തതും അവരുടെ കാര്യങ്ങളൊക്കെ ഇടപെടുന്നതൊക്കെ കാണുമ്പോഴും തീർച്ചയായിട്ടും യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടാവാം. Another factor which cultivate the sense of belongings among union members is that they can discuss their grievances with the leaders of a trade union. Okay, നമുക്കറിയാം ലീഡേഴ്സിനോട് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പരാതികളൊക്കെ കൊടുക്കണമെങ്കിൽ ലീഡേഴ്സിന്റെ പക്ഷം സമീപിക്കാം എന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ആഗ്രഹത്തിന്റെ ബേസിലൊക്കെ അല്ലെ, ആ ഒരു മനോഭാവത്തിന്റെ ബേസിലൊക്കെ എന്താണ് ഈ ഒരു ട്രേഡ് യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഇവിടെ പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്, എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ട്രേഡ് യൂണിയനിലെ മെമ്പർഷിപ്പ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒന്നിച്ചു നിന്ന് പോരാടാനായിട്ടുള്ള ഒരു കരുത്ത് നേടാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ മെമ്പർഷിപ്പ് ആയിട്ട് എടുക്കുമ്പോൾ അവരുടേതായിട്ടുള്ള വർക്കിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് സംഭവിച്ചാൽ ഈ കേസ് ഭാവിയിലേക്ക് എന്തെങ്കിലും ആവശ്യകത വന്നാലോ എന്നൊക്കെ ഓർത്തിട്ട് തീർച്ചയായിട്ടും അവര് ട്രേഡ് യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കും. സിക്സ്ത് പോയിന്റ്, എംപ്ലോയി ക്യാൻ എക്സ്പ്രസ് ദംസെൽസ്. കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലേ? ഓക്കെ, then employees can express themselves. നമുക്ക് എന്താണ് പറയുന്നതെന്ന് ജീവനക്കാർക്ക് സ്വയം അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് പ്രകടിപ്പിക്കാൻ കഴിയും. To get a proper chance of or opportunity for expressing oneself remain the top of most wish of many people. Okay,
അവിടെ മറ്റുള്ള പീപ്പിൾസ് ഒക്കെ ആയിട്ട് അല്ലെ ഒരുപാട് നമുക്കറിയാം കാര്യങ്ങളൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള സെൽഫായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള റോളുകൾ സ്വയം പ്രകടിപ്പിക്കാനായിട്ട് പറ്റുന്ന അവസരങ്ങളിലെല്ലാം സ്വന്തമായിട്ട് കാര്യങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് കഴിയും. റെസ്പെക്ട് ചെയ്യുന്നവരെ റെസ്പെക്ട് ഒക്കെ ചെയ്യാനും വിഷ് ചെയ്യാനൊക്കെ സാധിക്കും. Then every person wishes to share his feelings, opinion, thoughts and ideas with others. Okay, എല്ലാ പേഴ്സൺസും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നു അവരവരുടേതായിട്ടുള്ള ആശയങ്ങള് ചിന്തകള് അല്ലെങ്കിൽ ഐഡിയകളൊക്കെ ഷെയർ ചെയ്യുന്നു. ഇൻ ദ സെയിം വേ ദേ വാണ്ട് ദ മാനേജ്മെന്റ് ടു ഓൾസോ ലിസൺ ടു ദം. ഓക്കെ, അവര് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മുടേതായിട്ടുള്ള ആശയങ്ങളൊക്കെ പങ്കുവെക്കാൻ അല്ലെ ഒരു മീറ്റിംഗ് ഒക്കെ ട്രേഡ് യൂണിയന്റെയും കൂടി ഒരു നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ എംപ്ലോയിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവരൊരു മീഡിയേറ്റർ എന്നുള്ള രീതിയിൽ ട്രേഡ് യൂണിയന്റെ മീഡിയേറ്റർ ഒക്കെ നിന്നുകൊണ്ട് തന്നെ അവരുടെ മാനേജ്മെന്റിനെ ബോധിപ്പിക്കാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള പരാതികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയാസ് ഇഷ്യൂസ് ചിലപ്പോൾ ഇങ്ങനെ ഡ്യൂട്ടി അത് ചിലപ്പോൾ അവർക്ക് തന്നെ എംപ്ലോയിക്ക് തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങൾ നിർദ്ദേശിക്കാൻ സാധിക്കും. കാരണം അവരാണല്ലോ ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ അതിന്റെ ഒരു സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാൻ അതിനനുസരിച്ചുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും അതിനുള്ള ഒരു അവസരം ആരാണ് നൽകുന്നത്? ട്രേഡ് യൂണിയനുകളാണ് നൽകുന്നത്. ആൻഡ് ഒപ്പീനിയൻ ടു ഓൾസോ കമ്മ്യൂണിക്കേറ്റ് them to the management. Such a collective voice or opinion of the employee is heard and given due attention by the management during policy decision. Okay, നമുക്ക് മനസ്സിലാവുന്നത് എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അവിടെ ട്രേഡ് യൂണിയനും കൂടി മാറാനായിട്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. തീർച്ചയായിട്ടും ട്രേഡ് യൂണിയനിലെ ലീഡേഴ്സ് ഒക്കെ പ്രത്യേകമായിട്ട് അവിടെയുള്ള എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യത്തിലുള്ള തീരുമാനമായിരിക്കും കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ട്രേഡ് യൂണിയനിൽ അംഗത്വം ഉള്ളത് കൊണ്ട് തന്നെ മാത്രമാണ് ഇത്തരത്തിലുള്ള ഐഡിയാസോ ഇഷ്യൂസോ അല്ലെങ്കിൽ പരാതികൾക്ക് പരിഹാരമോ എല്ലാം തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഒരു പോയിന്റ് കൂടി എടുത്തിട്ട് വായിക്കാൻ തരാം. ജസ്റ്റ് വായിച്ചിട്ട് എന്തെങ്കിലും ചോദിക്കാം. ബെറ്റർ എംപ്ലോയർ റിലേഷൻസ്. ഓക്കെ, അവിടെ ബെറ്റർ ആയിട്ടുള്ള എംപ്ലോയർ റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തൊഴിലാളികൾ തമ്മിലുള്ള നല്ലൊരു അന്തരീക്ഷം കെട്ടിപ്പിടിക്കാനായിട്ട് സാധിക്കണം. എംപ്ലോയീസ് വാണ്ട് ടു ജോയിൻ ദ ട്രേഡ് യൂണിയൻ ബിക്കോസ് ദേ ഫീൽ ദാറ്റ് ദോസ് യൂണിയൻസ് ക്യാൻ ഫുൾഫിൽ എസെൻഷ്യൽ നീഡ്സ് ആൻഡ് ക്യാൻ മെയിൻറ്റെയിൻ പ്രോപ്പർ റിലേഷൻസ് ബിറ്റ്വീൻ ദം ആൻഡ് ദ മാനേജ്മെന്റ്. ഓക്കെ, അതായത് നല്ലൊരു റിലേഷൻഷിപ്പ് ഇതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുൾഫിൽ എസെൻഷ്യൽ നീഡ്സ് ആയിട്ട് can maintain proper relationship between them and the management. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അത് മാത്രമല്ല എന്താണ് മാനേജ്മെന്റിന് അല്ലെ ചിലപ്പോ ചില ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ അവിടെ എന്തിന്റെ കാര്യങ്ങളാണ് അത് ഇങ്ങനെ ചെയ്താലാണ് അത് ബെറ്റർ റിസൾട്ട് നമുക്ക് നേടിത്തരാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് അവർക്ക് പങ്കുവെക്കാനായിട്ടും സാധിക്കും. അതുകൊണ്ടാണ് മെച്ചപ്പെട്ട തൊഴിലാളി തൊഴിലുടമ ബന്ധം അല്ലെ തൊഴിലാളികൾക്ക് തന്നെയായിരിക്കും എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോംവഴി എന്നുള്ളത് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. അപ്പൊ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരു മീഡിയേറ്ററോട് കൂടിയുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇൻഫോം ചെയ്യാനായിട്ട് സാധിക്കും. ട്രേഡ് യൂണിയൻ ഓൾസോ ഹെൽപ്പ് ഇൻ ദ പീസ്ഫുൾ സൊല്യൂഷൻസ് ഓഫ് പ്രോബ്ലംസ് ഓഫ് എംപ്ലോയി വിത്ത് ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. ഓക്കെ, നമുക്കറിയാം ഒരു സമാധാനമായിട്ടുള്ള ഒരു സൊല്യൂഷൻസ് പ്രത്യേകിച്ച് എന്താണ് അവിടെയുള്ള എംപ്ലോയീസും എംപ്ലോയറും തമ്മിലൊക്കെയുള്ള മാനേജ്മെന്റ് ഒക്കെ തമ്മിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് അത് സമാധാനപൂർവ്വമാക്കി കിട്ടാനായിട്ടുള്ള കാര്യങ്ങൾക്കും ട്രേഡ് യൂണിയൻ തന്നെ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വഹിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസ് അവിടേക്ക് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് തയ്യാറാവും. ഓക്കെ, ഏതാണോ ജസ്റ്റ് വായിച്ചോ.
ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രേഡ് യൂണിയൻ ആണ് അടുത്തത്. വായിച്ചു നോക്കിയോ? ഓക്കെയാണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെയാണ്. അപ്പൊ നമുക്ക് അടുത്തത് നോക്കുമ്പോൾ ഒബ്ജക്റ്റീവ്സ് ആണ്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് ട്രേഡ് യൂണിയന്റെ അംഗത്വം സ്വീകരിച്ചു എന്തൊക്കെയാണ് നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ? ഏത് ലക്ഷ്യത്തോട് കൂടിയിട്ടാണെന്ന് നോക്കാം. ഫസ്റ്റ് പറഞ്ഞ ഫോളോയിങ് മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രേഡ് യൂണിയൻ. നിങ്ങൾ ഇതിന്റെയൊക്കെ ഹെഡിങ്സ് മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതായത് ഈ പറഞ്ഞ മാതിരി റീസൺസ് ഉണ്ട് അല്ലെ? എല്ലാം എപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാടുണ്ട് അല്ലെ? ക്യാരക്ടറിസ്റ്റിക്സ്, റീസൺസ്, ഒബ്ജക്റ്റീവ്സ്, പിന്നെ റോള്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ എന്താണ് ഇതിന്റെ റോള് എന്നൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആ ഹെഡിങ്ങുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. സെക്യൂരിറ്റി ആൻഡ് അതർ ബെനിഫിറ്റ്സ്, ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ്, പങ്കാളിത്തം ഉറപ്പാക്കുന്നു, പ്രഷർ ആൻഡ് റെസ്പെക്ട് ഉള്ള കാര്യങ്ങൾ ബഹുമാനിക്കുക അല്ലെ? അവിടെ തീർച്ചയായിട്ടും എന്താണ് സാമൂഹ്യ സാമർത്ഥ്യമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് പറയാനായിട്ടുള്ള ഒരു അവസരങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്ന എംപ്ലോയിക്ക് പിന്നെ അവർക്ക് അവരുടെ ജീവനക്കാർക്ക് തന്നെ സ്വയം പര്യാപ്തത നേടാൻ സാധിക്കുന്നു. ബെറ്റർ എംപ്ലോയർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു. ഇനി ഒബ്ജക്റ്റീവ്സിലും ഇങ്ങനെയൊക്കെ തന്നെയായിട്ട് എന്താണ് ഫസ്റ്റ്ലി ടു പ്രൊവൈഡ് ഇൻകം സെക്യൂരിറ്റി. പലതരത്തിലുള്ള ഒരു സുരക്ഷയാണ് ഈ ഒരു ട്രേഡ് യൂണിയൻ ഉറപ്പാക്കി തരുന്നത്. ഇൻകം സെക്യൂരിറ്റി ഉറപ്പാക്കി തരുന്നതോടൊപ്പം ടു പ്രൊവൈഡ് ജോബ് സെക്യൂരിറ്റി, ടു പ്രിസർവ് ആൻഡ് ഡെവലപ്പ് ഫിസിക്കൽ സെക്യൂരിറ്റി, ടു പ്രൊവൈഡ് സോഷ്യൽ സെക്യൂരിറ്റി. അങ്ങനെ പലതരത്തിലുള്ള സുരക്ഷിതത്വമാണ് ഇവര് ഈ ഒരു ട്രേഡ് യൂണിയൻ കൊണ്ട് ഉറപ്പാക്കി തരുന്നത്. എല്ലാവർക്കും ലഭ്യമാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല അല്ലെ? ചിലപ്പോ ഒക്കെ കുറച്ച് പേർക്കൊക്കെ ഇതിന്റെ ഉപകാരപ്പെടാറുള്ള യൂണിയന്റെ സപ്പോർട്ടൊക്കെ. പക്ഷെ തീർച്ചയായിട്ടും നമുക്കറിയാം പൊതുവെ ഇല്ലേ ഈ തൊഴിലുടമ അല്ലെങ്കിൽ കമ്പനിയുടെ മാനേജ്മെന്റ് ഒന്നും അങ്ങനെ തയ്യാറായില്ല എങ്കിൽ തീർച്ചയായിട്ടും യൂണിയന്റെയും കൂടി സപ്പോർട്ടോട് കൂടിയിട്ട് അവർക്ക് നേടിയെടുക്കേണ്ടതായിട്ട് വരും. ഫസ്റ്റ് പ്രൊവൈഡ് ഇൻകം സെക്യൂരിറ്റി. അപ്പൊ വരുമാനത്തിന്റെ സുരക്ഷയാണ് ആദ്യത്തെ പോയിന്റ്. എന്താണ് അതിൽ പറയുന്നത്? ട്രേഡ് യൂണിയൻ യൂസ് കളക്റ്റീവ് ആക്ഷൻ ഫോർ ഗെറ്റിംഗ് ദിയർ വർക്ക് വിച്ച് ഈസ് ജനറലി റിലേറ്റഡ് ടു ദ ഇംപ്രൂവ്മെന്റ് ഓഫ് വേജസ് ഓഫ് ദ എംപ്ലോയീസ് ആസ് വെൽ ആസ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ്. ഓക്കെ, നമുക്കറിയാം അവിടെ വേജസ് ഒക്കെ അവർക്ക് മതിയായ രീതിയിൽ ലഭ്യമാകണം അല്ലെ? അത് ചിലപ്പോൾ വേണമെങ്കിൽ കാരണം വെച്ച് ജനറൽ റിലേറ്റഡ് ടു ദി ഇംപ്രൂവ്മെന്റ് ഓഫ് വേജസ് ഓഫ് ദ എംപ്ലോയി ആസ് വെൽ ആസ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ്. അവിടെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് വേണം. അപ്പൊ മതിയായ രീതിയിലുള്ള വേജസ് ഒക്കെ അവർക്ക് വേണം. It can be said that trade union make an effort to improve the economic aspect of employees' life. ഓക്കെ, നമുക്കറിയാം ഈ വേജസിനോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്താണ് സാമ്പത്തികപരമായിട്ട് ഒരുപടി കൂടിയും ഉയരാനായിട്ട് സാധിക്കും അല്ലെ? ആർക്ക്? എംപ്ലോയിക്ക്. കാരണം എന്തെങ്കിലും ബാർഗെയിൻ ചെയ്ത് ലഭ്യമാകുന്നുണ്ടെങ്കിൽ അവർക്ക് സാലറിക്ക് പുറമെയുള്ള കുറെ പാക്കേജസ് ആണ് അത് ലഭ്യമാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ജീവിത നിലവാരം ഒന്നുകൂടി മെച്ചപ്പെടുത്താനായിട്ട് അതുകൊണ്ട് സാധിക്കുന്നു. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടു പ്രൊവൈഡ് ജോബ് സെക്യൂരിറ്റി. എന്താണ് ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്? എപ്പോ വേണമെങ്കിലും ജോലി പോയാൽ നമുക്ക് പ്രശ്നമുണ്ട് അല്ലെ? അപ്പൊ നോക്കാം. ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ട്രേഡ് യൂണിയൻ ഈസ് ടു പ്രൊട്ടക്ട് ദ ജോബ് ഓഫ് ദ എംപ്ലോയീസ്. Trade union come to help the employees whenever an employee's job is likely to be terminated by the management through punishment like dismissal, discharge, layoff, retrenchment or compulsory retirement. Okay, നമുക്കറിയാം ട്രേഡ് യൂണിയനുകളുടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ ജോലിക്ക് സുരക്ഷ ഉറപ്പാക്കുന്നു. അതായത് ട്രേഡ് യൂണിയൻ കമ്മിങ് ടു ഹെൽപ്പ് ദ എംപ്ലോയീസ് whenever an employee's job is likely to terminated by the management. മാനേജ്മെന്റ് ഏതെങ്കിലും രീതിയിൽ പിരിച്ചുവിടുകയാണെങ്കിൽ അല്ലെ, അവിടെയുള്ള തൊഴിലാളികളെയൊക്കെ പിരിച്ചുവിടുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും അല്ലെ? അപ്പൊ ചിലപ്പോൾ അവരെ ആശ്രയിച്ച് കഴിയുന്ന ജനങ്ങൾക്കും ജീവിത മാർഗങ്ങളൊക്കെ പ്രശ്നത്തിലാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിനൊരു അവസരം ഒരുക്കാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ട്രേഡ് യൂണിയനുകളായിരിക്കും. Trade union strongly resist such moves. A management in order to protect the employees' job. Okay, അവിടെ സ്ട്രോങ് ആയിട്ട് നിന്ന് തന്നെ അതിനെ പരിഹരിക്കുന്നത് അല്ലെ? പൊരുത്തി നിൽക്കാനായിട്ട് ഹെൽപ്പുള്ളത് ട്രേഡ് യൂണിയനുകളാണ്. അപ്പൊ അവര് പൊരുത്തി തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. Hence it can be said that trade unions are a means of protection for the employees which prevent them from
irrational and harsh policies and procedure of the management and the company. Okay. കമ്പനിയുടെ അങ്ങനെയുള്ള പോളിസികളൊക്കെ ചിലപ്പോൾ അംഗീകരിക്കണമെന്നില്ല അല്ലെ. എല്ലായ്പ്പോഴും കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കമ്പനിയിൽ ഉണ്ടാക്കിയിട്ടാല് അതെല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഉണ്ടാവോ? അക്സെപ്റ്റ് ചെയ്യാം എല്ലാവരും? അക്സെപ്റ്റ് ചെയ്യോ? സ്വീകരിക്കോ അതൊക്കെ? അല്ലെ, അവര് പറയാൻ ചോദിക്കുന്നതെല്ലാം തന്നെ അതങ്ങനെ ചെയ്തെന്ന് വരും. ഓക്കെ. അപ്പൊ നമുക്കറിയാം ട്രേഡ് യൂണിയന്റെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് ഇതെല്ലാം തന്നെ അവര് കൈകാര്യം ചെയ്ത് കൊടുക്കാനായിട്ട് സാധ്യതയുള്ളൂ. കാരണം നമുക്കറിയാം ഒരു പിൻബലത്തില് രാഷ്ട്രീയ സ്വാധീനം കൂടിയൊക്കെ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവര് തയ്യാറാണ്. പിന്നെ നെക്സ്റ്റ് പ്രിസർവ് ആൻഡ് ഡെവലപ്പ് ഫിസിക്കൽ സെക്യൂരിറ്റി. ഇതായിരിക്കും ഫിസിക്കൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു തൊഴിൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തൊഴിലിനിടയ്ക്ക് എന്തെങ്കിലും അപകടങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഹസാർഡ്സ് വരാൻ സാധ്യതയില്ലേ? ഉണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ട്രേഡ് യൂണിയൻ ഓൾസോ വർക്ക് ദ അപ്കീപ്പ് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫ് ദ എംപ്ലോയീസ്. ഓക്കെ. അത് നമ്മള് എന്താ പറയുക, പറ്റില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട, സെക്യൂർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അവരുടെ ആരോഗ്യം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ആരോഗ്യത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ ട്രേഡ് യൂണിയൻ ഓൾസോ എൻഷുർ that the management contributes an appropriate share to the statutory funds on a regular basis. These funds help the employees in protecting their future welfare. Okay, നമ്മുടെ ഭാവിയിലുള്ള കാര്യങ്ങൾക്ക് കൂടി അത് ഒരു സെക്യൂരിറ്റി ആയിട്ട് ഉറപ്പുവരുത്തുന്നത് ആരാണ്? ട്രേഡ് യൂണിയൻ ആണ്. ചിലപ്പോൾ റെഗുലർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് ഇപ്പം ഭാവിയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു PF പോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ അത് ബാർഗെയിൻ ചെയ്തെടുക്കുന്ന ആരുടെ നേതൃത്വത്തിലായിരിക്കും? ആരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് അവർക്ക് ബാർഗെയിൻ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ? ആരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ബാർഗെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്നത്? ട്രേഡ് യൂണിയന്റെ. ഓക്കെ. അപ്പൊ ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇവർക്ക് ബാർഗെയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അവിടെ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് അവര് ശ്രമിക്കും അല്ലെ. അത് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെയാണ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് പ്രധാനമായിട്ട് നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഉള്ള സമയം നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള ന്യായമായ കൂലിയായിരിക്കും. ഒരുപക്ഷെ അതിനുള്ള വർക്കിംഗ് കണ്ടീഷനുകൾ, സേഫ്റ്റി, സുരക്ഷ, പ്രിക്കോഷൻസ്, ഇതെല്ലാം തന്നെ ഇമോഷണൽ അല്ലെ വൈകാരികമായിട്ടുള്ള ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നത് ആര് തന്നെയാണ്? ട്രേഡ് യൂണിയൻ തന്നെയാണ്. ഓക്കെ. ജസ്റ്റ് വായിച്ചു നോക്കാം.
ഓക്കെ, അപ്പൊ നിങ്ങൾ എവിടെ വരെ നമ്മൾ കണ്ടു? ടു പ്രൊവൈഡ് ഇൻകം സെക്യൂരിറ്റി കണ്ടു, ജോബ് സെക്യൂരിറ്റി കണ്ടു, ദെൻ ഫിസിക്കൽ സെക്യൂരിറ്റി കണ്ടു, സോഷ്യൽ സെക്യൂരിറ്റി അല്ലെ. ഇവിടെ എനിക്ക് തോന്നുന്നു ബോയിങ് ക്ലാസ് ആയിരിക്കും ഇത്, കാരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും എല്ലാ സെക്യൂരിറ്റീസും നമ്മൾ ഓഫ്ലൈൻ എങ്ങനെ ഇടയ്ക്ക് നിങ്ങളെ കൊണ്ട് തന്നെ ചോദിപ്പിച്ചേനെ എന്തൊക്കെയാ ട്രേഡ് യൂണിയൻ കൊണ്ട് എന്തൊക്കെയായിരിക്കും ലക്ഷ്യങ്ങൾ കാര്യങ്ങളൊക്കെ. എനിവേ നമുക്ക് ഇതേ നിവൃത്തിയുള്ളൂ, അപ്പൊ നിങ്ങൾ കേട്ടിരിക്കാം. ജസ്റ്റ് ഇടയ്ക്ക് എന്തെങ്കിലും റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി വീണ്ടും എന്താണ് നമുക്കറിയാം, ഫിസിക്കൽ ആയിട്ടുള്ള സെക്യൂരിറ്റി, സോഷ്യൽ സെക്യൂരിറ്റിയിൽ പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. അതായത് ഇവിടെ നമ്മൾ കണ്ടു ഫിസിക്കൽ സെക്യൂരിറ്റിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ സേഫ്റ്റി കാര്യങ്ങൾക്ക് വേണ്ടി സേഫ്റ്റി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് അല്ലെ, അതിന് വേണ്ടിയുള്ള പ്രിക്കോഷൻസ് ആണ് അവര് ആഗ്രഹിക്കുന്നത്, അവർക്ക് ലഭ്യമാക്കുന്നു. ഓക്കെ, ഇൻ ദിസ് റിഗാർഡ് ടോപ്പ് മാനേജ്മെന്റിനോട് അവർ ചോദിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള പ്രൊവിഷൻസ് ലഭ്യമാക്കിയിട്ട് എംപ്ലോയീസിന്റെ സേഫ്റ്റിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തരുന്നു. സോഷ്യൽ സെക്യൂരിറ്റി ആണെങ്കിലും നമുക്കറിയാം എന്താണ്, അവർക്ക് റിട്ടയർമെന്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ആ ടൈമിലും ജീവിക്കാനായിട്ട് അല്ലെ സുരക്ഷിതമായിട്ടൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അവിടെ എംപ്ലോയേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ഒക്കെ വേണ്ടി വരും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവർ പഠിക്കും. പക്ഷെ ഇത്രയും അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നിയമപരമായിട്ടുള്ള അവകാശങ്ങളാണ്, അത് ബാർഗെയിൻ ചെയ്തെടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. എങ്കിൽ കൂടിയും അങ്ങനെയൊന്നും കിട്ടിയില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ബാർഗെയിൻ ചെയ്ത് അതിന്റെ ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് അത് അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്ന എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്നൊക്കെ തിട്ടപ്പെടുത്തി അത് ലഭ്യമാക്കി കൊടുക്കേണ്ടതൊക്കെയുണ്ട്. തീർച്ചയായിട്ടും നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ടു പ്രൊവൈഡ് ഇമോഷണൽ സെക്യൂരിറ്റി. എന്താണ് ഇമോഷണൽ സെക്യൂരിറ്റി? Another important objectives of the trade union is to improve the relations of employee and employer with each other. അല്ലെ, അവിടെ ഓരോരുത്തരും നല്ല രീതിയിൽ ഒരു വൈകാരിക ബന്ധം, തൊഴിലാളികളൊക്കെ തമ്മിൽ നല്ല ഒരു വൈകാരിക ബന്ധം. They negotiate a lot of regular basis with the management of the company and resolve workplace grievance of the employees by using proper means, and thus they are able to create a cordial relationship between the supervisor and the subordinate. Okay, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യം പോലെ കീഴുദ്യോഗസ്ഥരും മേലുദ്യോഗസ്ഥരൊക്കെ തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അതിന് നല്ല ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തി അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു. Thus, a trade union is an effective tool for maintaining emotional security of the employees as the ensure peace and harmony at the workplace successfully. അല്ലെ, അവിടെ എന്താണ് നമ്മുടെ സമാധാനം അല്ലെങ്കിൽ ഐക്യം അല്ലെ, അവിടെ എല്ലാവരും തമ്മിൽ പരസ്പര ഐക്യവും സമാധാനം, അതൊക്കെ ചിലപ്പോൾ നമ്മളോർക്കും ഈ യൂണിയൻ വ്യത്യസ്ത യൂണിയനുകളൊക്കെ ഉള്ള ഒരു സ്ഥാപനമൊക്കെ ആണെങ്കിൽ അവിടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് ചിലപ്പോൾ യൂണിയനുകൾ തന്നെയായിരിക്കും അല്ലെ. ഓരോ യൂണിയനേക്കാളോ ഉപരി അവർ മറ്റു യൂണിയൻ മുന്നേറി വരും, അങ്ങനെ അവർ തമ്മിൽ കോൺഫ്ലിക്ട്സുകൾ വരുന്നു അല്ലെ. അവിടെ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന സ്ഥാപനത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവിടെ യൂണിയനെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവരെ എംപ്ലോയറിനെ ഇതെല്ലാം ബോധ്യമാക്കുന്നു അല്ലെ, നല്ല സാഹചര്യങ്ങൾ നൽകണം, അല്ലെങ്കിൽ നല്ല പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നൽകണം, അതിനാവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം എന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്ത് അല്ലെ, അവിടെ ഒരു നല്ല പീസ് ആൻഡ് ഹാർമണി, സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു വർക്ക് പ്ലേസ് ആക്കി മാറ്റുന്നത് ആരാണ്? നമ്മുടെ ട്രേഡ് യൂണിയനാണ് വിശേഷിപ്പിക്കുന്നു. ടു മെയിൻറ്റെയിൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. എന്തായിരിക്കും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്? ട്രേഡ് യൂണിയൻ പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടി പ്രവർത്തിക്കുന്നുണ്ടാവുമോ? പോയിന്റ് പണി കഴിഞ്ഞാൽ നമുക്ക് റോളിലേക്ക് പോകാം. ഓക്കെ, രണ്ട് പോയിന്റ് കൂടി നോക്കാം. ഓക്കെ, എന്താണ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്? പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉണ്ടാവില്ലേ ട്രേഡ് യൂണിയനുകൾക്ക്? ഉണ്ടാകും അല്ലെ. നോക്കാം, all the trade union are associated with the different political parties of the country. Okay, അവിടെ ഇത്തരത്തിലുള്ള യൂണിയൻ തന്നെ ഫോം ചെയ്യുന്നത് വ്യത്യസ്ത രാഷ്ട്രീയ ലോബികളായിരിക്കും അല്ലെ. They do so in order to increase their leverage or bargaining power. ഓക്കെ, നമുക്കറിയാം ഇപ്പോഴത്തെ ഗവൺമെന്റ് ആരാണോ ആ ഗവൺമെന്റിന് അനുസൃതമായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിൽ നമുക്കറിയാം കുറച്ചും കൂടി അവർക്ക് നല്ലൊരു റോൾ ഉണ്ടാവും അല്ലെ ആ ഒരു സ്ഥാപനത്തിന്.
nowadays having connections and relations with various political parties has become a common feature of a trade union. അതൊരു കോമൺ ഫാക്ടർ ആണ് പറയുന്നത് ട്രേഡ് യൂണിയന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് എന്നത്. കാരണം യൂണിയനുകൾ ഫോം ചെയ്ത് വരുന്നത് തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പിൻബലത്തോടു കൂടി തന്നെയായിരിക്കും. സോ അത് ഒരു കോമൺ ആയിട്ടുള്ള ഫാക്ടർ ആണ്. സംടൈംസ് ട്രേഡ് യൂണിയൻസ് സീംസ് ടു ബി എ വർക്കിംഗ് ആസ് എ പാർട്ട്നേഴ്സ് ആൻഡ് അസോസിയേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ചില നേരത്ത് അല്ലെ അവിടെ പ്രവർത്തിക്കുന്നത് തന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ സപ്പോർട്ട് കൂടിയാണോ എന്ന് വരെ തോന്നിപ്പോകും അല്ലെ. ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് ദ പൊളിറ്റിക്കൽ പവർ ദസ് ഗെയിൻഡ് ബൈ എ യൂണിയൻ ഈസ് യൂസ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എംപ്ലോയീസ് ആൻഡ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദെയർ ഇൻട്രസ്റ്റ്. ഓക്കെ, അവിടെ തീർച്ചയായിട്ടും അവിടെയുള്ള ഓരോ എംപ്ലോയിയുടെയും അല്ലെ സുരക്ഷ അത് ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകൾ ഉണ്ടാകില്ല അല്ലെ, അതെല്ലാം ലഭ്യമാക്കി കൊടുക്കാനായിട്ടും കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത് ആര് തന്നെയാണ്? ട്രേഡ് യൂണിയനുകൾ തന്നെയാണ്. ഓക്കെയാണോ? ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ആൻഡ് എൻക്വയറി ആണ്. എന്താണ് വ്യവസായത്തിന്റെ ആ ഒരു ജനാധിപത്യ ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. റെഗുലർ ഇലക്ഷൻസ് ആർ കണ്ടക്ടഡ് ഇൻ ട്രേഡ് യൂണിയൻ ടു എലക്ട് ദെയർ ലീഡേഴ്സ്. നമുക്കറിയാം ട്രേഡ് യൂണിയനിലെ ലീഡേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത് ഇലക്ഷൻ നടത്തിയിട്ടാണ്. ദിസ് പ്രാക്ടീസ് പ്രൊമോട്ടഡ് ഡെമോക്രാറ്റിക് വാല്യൂസ് അമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഓക്കെ, നമുക്കറിയാം എന്താണ് ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് വാല്യൂ അമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. And it also gives due power to the lower level employees to take a part in the decision making process in an indirect way, that is by choosing their leader. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് ഒരു ഐക്യം, ഒരു ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഡെമോക്രസിനെ വ്യവസായത്തിലൊരു ജനാധിപത്യത്തിൽ പറയുമ്പോൾ അവിടെയുള്ള മെമ്പേഴ്സിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇവര് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരുടെ മൊത്തത്തിലുള്ള അഭിപ്രായം എന്താന്നൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും മാനേജ്മെന്റിനെ ബോധ്യമാക്കാനായിട്ട് ഇവര് ശ്രമിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു എൻക്വയറി എന്ന് പറയുമ്പോൾ എല്ലാ മെമ്പേഴ്സിന്റേതായിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. This exercise ensures that each and every member of the union may become an office bearer of the union. Okay, okay, ഇതിലെ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ് അവിടെ ഈച്ച് ആൻഡ് എവറി മെമ്പർ ഓഫ് ദ യൂണിയൻ, ഓരോ മെമ്പേഴ്സും അല്ലെ യൂണിയനിലെ ഓരോ മെമ്പേഴ്സും പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നു. That is, he can take part in the collective bargaining process with his employer. Okay, തീർച്ചയായിട്ടും എംപ്ലോയറിന്റെ തൊഴിലുടമയെ അടുത്താണ് ബാർഗെയിൻ ചെയ്യാനായിട്ട് ഇവർ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നത് അല്ലെ. The city can be said that the trade union always aim in attaining industry democracy, equality and peace among all the employees and employers. Okay, നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിലും അവിടെ സ്ഥാപനത്തിൽ എല്ലാവർക്കും താല്പര്യപ്പെടുന്നത് എന്താണ്? ഒരു ഐക്യത്തോടു കൂടി പോകുവാനാണ് അല്ലെ. ഒരു സ്ഥാപനത്തിലും ഐക്യമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഐക്യമില്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബിസിനസ് നഷ്ടത്തിലാവാനായിട്ടുള്ള സാധ്യത അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പറയാണ് thus it can said that trade unions always aim അല്ലെ, എപ്പോഴും ട്രേഡ് യൂണിയനെ ലക്ഷ്യമിടുന്നത് എവിടെയാണ്? attaining industrial democracy, equity, വ്യവസായ ജനാധിപത്യം അത് ഒരേപോലെ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത്. ആൻഡ് പീസ് among all the employees and employers, തൊഴിലാളികൾക്ക് ഇടയിൽ സമാധാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ട്രേഡ് യൂണിയന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയൽ ഡെമോക്രസിയുടെ എൻക്വയറി എന്നുള്ളത് ഇത് വായിച്ചു നോക്കാം. ഇതിങ്ങനെ ചിലതിന് ക്വസ്റ്റ്യൻസ് അധികം കാണാറില്ല. നേരം ഹെഡിങ്ങുകളൊക്കെ പഠിച്ചു പോവുക. ഞാൻ പെട്ടെന്ന് ടെസ്റ്റ് ഒക്കെ തരുന്നുണ്ട്, എന്തായാലും ടെസ്റ്റ് മനസ്സിലാക്കി തന്നെ പോവുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തായാലും അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ?
എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഏതെങ്കിലും പോയിന്റ്? ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.